നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. 3 ദിവസത്തെ ആഘോഷം. വർഷങ്ങളുടെ കാത്തിരിപ്പ് സാർത്ഥകമാക്കി മൂർക്കനാട്ടെ മിൽമ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഉദ്ഘാടനം വർണ്ണാഭമാക്കി നാട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലബാർ മിൽമയെ മലബാറിന് സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും മിൽമയുടെയും അഭിമാന പദ്ധതിയാണ് ആഘോഷനാളുകളുടെ പ്രൌഢപൊലിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമ്മാനിച്ചത്. 131.3 കോടി രൂപയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതോടെ സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമായ മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി, മലപ്പുറം മിൽമ ഡയറി. പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ്. ഇത് പ്രതിദിനം 10 മെട്രിക് ടൺ പാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയുണ്ടാകും. അപ്പോൾ ക്ഷീര കർഷകരുടെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായാണ് ഇത് മാറുന്നത്. പാൽ സംഭരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്തെ ചില്ലിംഗ് പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു. മിൽമ ഡയറി വൈറ്റ്നറിന്റെ ഉദ്ഘാടനം ഇ.ടി. മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി, മലപ്പുറം ഡയറി എന്നീ പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജുവിനെയും അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന PT ഗോപാലക്കുറുപ്പിനെയും ചടങ്ങിൽ ആദരിച്ചു. മഞ്ഞളാംകുഴി അലി MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ NK റഫീഖ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിന്റെ ഭാഗമായി. ആയിരങ്ങൾ ഒഴുകിയെത്തിയ ഉദ്ഘാടന ചടങ്ങിനാണ് മൂർക്കനാട് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. 3 ദിനരാത്രങ്ങളെ ആഘോഷഛായയിൽ ആറാടിച്ചുകൊണ്ടാണ് മലബാർ മിൽമ പ്രവർത്തനം തുടങ്ങിയത്. നാടൻ വിഭവങ്ങളുടെ കലവറയൊരുക്കിയ ഭക്ഷ്യമേള, നാടൻ പശുക്കളുടെ പ്രദർശനം, വൈവിധ്യമായ ഉൽപ്പന്നങ്ങളുമായി പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റാളുകൾ, പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം തുടങ്ങിയവയൊക്കെ ഉദ്ഘാടന ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഒപ്പം കുതിരസവാരി, ഒട്ടകസവാരി, കലാസന്ധ്യ, ഗാനനിശ, മ്യൂസിക് നൈറ്റ് തുടങ്ങിയവയൊക്കെ ഉദ്ഘാടന ചടങ്ങിന് മാറ്റേകി. ക്ഷീരസഹകരണ മേഖലയിലെ വലിയൊരു നാഴികക്കല്ലിനാണ് കഴിഞ്ഞ ദിവസം നാന്ദി കുറിച്ചത്. 131.3 കോടി രൂപ ചെലവിട്ട് ലോകത്തെ തന്നെ മികച്ച കമ്പനിയായ ടെട്രാപാക്കാണ് നിർമ്മാതാക്കൾ. 131.3 കോടിയിൽ 15 കോടി സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതവും 32.72 കോടി രൂപ നബാർഡ് ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചു. ബാക്കി തുക മിൽമ മലബാർ യൂണിയന്റെ വിഹിതമാണ്. കേരളത്തിലെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സംഭരിക്കാനും അവ പാൽപ്പൊടിയായും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും മാറ്റുന്നതിനുള്ള സംവിധാനവും പാൽപ്പൊടി ഫാക്ടറിയിലുണ്ട്. മിൽമ ഡയറി വൈറ്റ്നറും വൈകാതെ വിപണിയിൽ ലഭ്യമാകും. പ്രതികൂല സാഹചര്യങ്ങളിൽ മിച്ചം വരുന്ന പാൽ പൊടിയാക്കി മാറ്റുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളെ ഇനി മിൽമയ്ക്ക് ആശ്രയിക്കേണ്ട എന്നതുതന്നെയാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് മിൽമ ചെയർമാൻ KS മണി പറയുന്നു. പാൽപ്പൊടി ഫാക്ടറി എന്നുള്ളത് നമ്മൾ ലോകോത്തര നിലവാരമുള്ള ഡയറി വൈറ്റ്നർ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മെഷീനറികളുടെ ഗുണനിലവാരം ഏറ്റവും മെച്ചമായി ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഷീനറികൾ തന്നെ ഇവിടെ വെക്കണം എന്നുള്ള നമ്മളെ ടെക്നിക്കൽ ടീമിൻ്റെ ആവശ്യവും ഡയറി വൈറ്റ്നറും അതിൻ്റെ പാക്കിംഗ് സംവിധാനവും അതോടൊപ്പം തന്നെ ആദ്യം നമ്മൾ നിശ്ചയിച്ച പോലെ 1 ലക്ഷം ലിറ്റർ പാല് പ്രോസസ്സ് ചെയ്യുന്ന ഡയറിയും ഇതെല്ലാം കൂടി വന്നു. അതിൻ്റെ പ്രവർത്തന മൂലധനമൊക്കെ ആക്കിയപ്പോൾ ആ പദ്ധതി വിപുലീകരിച്ച് 131 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിയൻ മലബാർ മേഖലാ യൂണിയനാണ്. ഏറ്റവും കൂടുതൽ പാല് വിൽക്കുന്ന യൂണിയൻ മലബാർ മേഖലാ യൂണിയനാണ്.
ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കുന്ന യൂണിയൻ മലബാർ മേഖലാ യൂണിയനാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കയറ്റി അയക്കുന്നത് മലബാർ മേഖലാ യൂണിയനാണ്. കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് മലബാർ മേഖലാ യൂണിയനാണ്. രാജ്യത്ത് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലബാർ മേഖലാ യൂണിയനാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ക്ഷീരസംഘങ്ങൾ 2.5 ലക്ഷം സംഘങ്ങളിൽ ഏറ്റവും മികച്ച ക്ഷീരസംഘങ്ങൾ 3 വർഷം തുടർച്ചയായിട്ട് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയത് മലബാർ മേഖലാ യൂണിയനിലെ വയനാട്ടിലാണ് എന്ന് തുടങ്ങി ഒട്ടനവധി മികച്ച പ്രവർത്തനങ്ങളിൽ ക്ഷീരമേഖലയിലെ വെളിയിൽ ആരും അറിയാത്ത പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ മിൽമയുടെ പ്രവർത്തനത്തിലൂടെ വന്നിട്ടുണ്ട്. 10 ടൺ ഉൽപാദനക്ഷമതയുള്ള പ്രതിദിനം 1 ലക്ഷം ലിറ്റർ പാൽ പൊടിയാക്കി മാറ്റാനാവുന്ന ഫാക്ടറിയാണ് മൂർക്കനാട് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ്.